ഹലോ ഓൾ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബ്രിട്ടീഷ് ഹിസ്റ്ററി സെക്കൻഡിലെ ഒന്നാമത്തെ ബ്ലോക്കിലെ നാലാമത്തെ യൂണിറ്റായ അഗ്രേറിയൻ, ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ റവല്യൂഷൻ എന്ന് പറയുന്ന പാഠഭാഗമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാർഷിക വിപ്ലവം, വ്യാവസായിക വിപ്ലവം, വാണിജ്യ വിപ്ലവം, ഈ മൂന്ന് വിപ്ലവങ്ങളെ പറ്റിയാണ് ഈ ഒരു പാഠഭാഗം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് പോകാം. ആദ്യമായിട്ട് തന്നെ കാർഷിക വിപ്ലവം. എന്താണ് കാർഷിക വിപ്ലവം? എന്തൊക്കെയായിരുന്നു അതിൻ്റെ പ്രത്യേകതകൾ? നമുക്ക് പരിശോധിക്കാം. കാർഷിക വിപ്ലവം എന്ന പദം 17-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിലും 18-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലും ഇംഗ്ലണ്ടിലെ കർഷക രീതികളിൽ സംഭവിച്ച പ്രധാന മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നു. ഈ വിപ്ലവകാലത്ത് ഓപ്പൺ ഫീൽഡ് സമ്പ്രദായം അപ്രത്യക്ഷമാവുകയും ക്രോപ്പ് റൊട്ടേഷൻ ആരംഭിക്കുകയും ശാസ്ത്രീയമായ രീതികൾ കൃഷിയിൽ ഉപയോഗിക്കുകയും ചെയ്തു. കാർഷിക വിപ്ലവം ബ്രിട്ടനിലെ കാർഷികോൽപാദനത്തിൽ അപൂർവമായ മാറ്റങ്ങൾക്ക് കാരണമായി. വിപ്ലവത്തിൻ്റെ കാരണങ്ങൾ പലതായിരുന്നു. പഴയ ഓപ്പൺ ഫീൽഡ് സമ്പ്രദായം ഭൂമി പാഴാക്കുന്നതായിരുന്നു. ഈ ക്രമീകരണമനുസരിച്ച് എല്ലാ വർഷവും 3 വയലുകളിൽ 1 കൃഷിയില്ലാതെ പോകണം. പഴയ ഭൂവിതരണ സമ്പ്രദായം സമയം പാഴാക്കുന്ന ഒന്നായിരുന്നു. ഒരു കർഷകൻ്റെ കൈവശം ചിതറിക്കിടക്കുന്നതിനാൽ തൻ്റെ ഭൂമിയുടെ വിദൂര ഇടങ്ങളിൽ എത്താൻ അയാൾക്ക് ഒരുപാട് ദൂരം നടക്കേണ്ടി വന്നു. ഗ്രാമത്തിലെ ആചാരങ്ങളുമായിട്ട് പൊരുത്തപ്പെടേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ടായിരുന്നു. അത് കാർഷിക രീതികളിൽ പരീക്ഷണങ്ങൾ അസാധ്യമാക്കി. അതോടൊപ്പം മറ്റു കാരണങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. 18-ാം നൂറ്റാണ്ടിൽ ജനസംഖ്യ വർദ്ധിച്ചു. കൂടുതൽ ഭക്ഷണം ആവശ്യമായി വന്നു. പഴയ കൃഷിരീതികൾ വിളവ് വർദ്ധിപ്പിക്കാൻ കഴിയാത്തതിനാൽ ഈ കൃഷി മാറ്റേണ്ടതായിട്ട് വന്നു. ഭക്ഷ്യവസ്തു കിട്ടാത്തത് കാരണം വില വർദ്ധിച്ചു. ഏകീകൃത ബ്ലോക്കുകളിലെ ഭൂമിയുടെ പുനർവിന്യാസത്തിനായി നിരവധി എൻക്ലോഷർ നിയമങ്ങൾ ജോർജ് രണ്ടാമൻ, ജോർജ് മൂന്നാമൻ ഇവരുടെ കാലഘട്ടങ്ങളിൽ പാസാക്കി. സംരംഭകരായ നിരവധി ആളുകൾക്ക് പരീക്ഷണങ്ങൾ നടത്താൻ അവസരമൊരുക്കുന്നു എന്നതാണ് എൻക്ലോഷർ സംവിധാനത്തിൻ്റെ ഒരു നേട്ടം. കാർഷിക പുരോഗതിയുടെ മേഖലയിൽ ചില പ്രധാന പ്രവർത്തനങ്ങൾ നടത്തിയ അത്തരത്തിലുള്ള ഒരാളാണ് ബെർക്കോഷെയറിലെ ജെട്രോ ടൂൾ. വിത്ത് വിതയ്ക്കാനുള്ള ഡ്രില്ലിംഗ് മെഷീൻ കണ്ടുപിടിച്ചതും ജെട്രോ ടൂളാണ്. വിത്ത് എത്ര ആഴത്തിൽ നടണം, ഏക്കറിന് എത്ര വിതയ്ക്കണം എന്നുമായി ബന്ധപ്പെട്ട് അനേകം വളരെ പ്രധാനപ്പെട്ട പരീക്ഷണ പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തി. അസ്ഥികൾ ഉൾപ്പെടെയുള്ള വളങ്ങൾ ഉപയോഗിച്ച് മണ്ണിനെ പോഷിപ്പിക്കുകയും ചെയ്തു. എല്ലുകളെ വളമായി ഉപയോഗിച്ച ആദ്യത്തെ കർഷകരിൽ ഒരാളാണ് തോമസ് കോക്ക്. 9 വർഷത്തിനുള്ളിൽ മികച്ച ഗോതമ്പ് വിളകൾ വളർത്താൻ തോമസ് കോക്കിന് സാധിച്ചു. കാർഷിക രീതികളിൽ വിപ്ലവം സൃഷ്ടിക്കുന്ന പ്രസ്ഥാനത്തിനും രക്ഷാകർതൃത്വം ലഭിച്ചു. 1793 ഒരു ബോർഡ് ഓഫ് അഗ്രികൾച്ചർ സ്ഥാപിച്ചു. എൻക്ലോഷർ സംവിധാനത്തിൻ്റെ വരവോടെ ഇംഗ്ലീഷ് ബാങ്കിംഗ് സംവിധാനവും വളർന്നു. എൻക്ലോഷർ സമ്പ്രദായം കാരണം നിരവധി ചെറുകിട സ്വതന്ത്ര കർഷകർ അവരുടെ ഭൂമി വിൽക്കാൻ വരെ നിർബന്ധിതരായി. ഒന്നുകിൽ അവർ കൂലിപ്പണിക്കാരായി മാറി, അല്ലെങ്കിൽ തൊഴിൽ തേടി നഗരങ്ങളിലേക്കൊക്കെ പോയി. അടുത്തതായിട്ട് ഇതിൽ പ്രധാനമായിട്ട് പറയുന്ന ഭാഗമാണ് ക്രോപ്പ് റൊട്ടേഷൻ. എന്താണ് ക്രോപ്പ് റൊട്ടേഷൻ? കാർഷിക വിപ്ലവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളിലൊന്നാണ് നോർഫോക്ക് 4 കോഴ്സ് റൊട്ടേഷൻ. ഇത് മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത മെച്ചപ്പെടുത്തുകയും തരിശ് കുറക്കുകയും ചെയ്തുകൊണ്ട് വിളവും കന്നുകാലി വിളവും വളരെയധികം വർദ്ധിപ്പിച്ചു. സസ്യങ്ങളുടെ പോഷകങ്ങൾ പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്നതും ഒരു സസ്യ ഇനം തുടർച്ചയായിട്ട് വിളവെടുക്കുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന രോഗാണുക്കളുടെയും കീടങ്ങളുടെയും ശേഖരണങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കുന്നതിന് തുടർച്ചയായ സീസണുകളിൽ ഒരേ പ്രദേശത്ത് സമാനമല്ലാത്ത തരത്തിലുള്ള വിളകളിലൂടെ ഒരു പരമ്പര വളർത്തുന്ന രീതിയാണ് ക്രോപ്പ് റൊട്ടേഷൻ. കാർഷിക വിപ്ലവത്തിൻ്റെ പ്രധാനം. സിഗ്നിഫിക്കൻസ് ഓഫ് അഗ്രേറിയൻ റവല്യൂഷൻ. കാർഷിക വിപ്ലവം ബ്രിട്ടൻ്റെ മൊത്തത്തിലുള്ള കാർഷിക ഉൽപ്പാദനക്ഷമത ഗണ്യമായി വർദ്ധിപ്പിച്ചു. 1700-നും 1870-നും ഇടയിൽ മൊത്തം കാർഷികോൽപാദനം 2.7 മടങ്ങ് വർദ്ധിച്ചതായി കണക്കാക്കപ്പെടുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ വില കുറഞ്ഞ ഇറക്കുമതിയിൽ നിന്നുള്ള മത്സരം, കോളനികളുടെ ചൂഷണം, ഗതാഗതം, റെഫ്രിജറേറ്റർ, മറ്റു സാങ്കേതിക വിദ്യകൾ എന്നിവയിലെ മുന്നേറ്റം വഴി ബ്രിട്ടീഷ് കാർഷികോൽപാദനക്ഷമതയിലെ ഗണ്യമായ നേട്ടങ്ങൾ അതിവേഗം നികത്തപ്പെട്ടു. അപ്പോൾ ഇത്രയൊക്കെയാണ് കാർഷിക വിപ്ലവത്തെ പറ്റി പറയാനുള്ളത്. അടുത്തതായിട്ട് വ്യാവസായിക വിപ്ലവം. വിത്തുകൾ നടാനുള്ള ഒരു ഡ്രിൽ മെഷീൻ കണ്ടെത്തി. ഇത് കാർഷിക മേഖലയിൽ വൻ കുതിച്ചുചാട്ടത്തിനും ഒട്ടനവധി വരുമാന മാർഗത്തിനും കാരണമായി. മാത്രവുമല്ല, രാഷ്ട്രീയപരമായ ചുറ്റുപാടുകളും വ്യാവസായിക വിപ്ലവം ഇംഗ്ലണ്ടിൽ വളരാൻ വളരെയധികം സഹായകമായി. ഫ്രാൻസിനെതിരെയുള്ള യുദ്ധങ്ങളും നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ പരാജയവും വ്യാവസായിക വിപ്ലവത്തെ വളരെയധികം സ്വാധീനിച്ചു.
വ്യാവസായിക വിപ്ലവത്തിലെ വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ് കോട്ടൺ വ്യവസായം. വ്യാവസായിക വിപ്ലവത്തിൽ എടുത്തു പറയേണ്ട ഒന്നാണ് കോട്ടൺ വ്യവസായം. കോട്ടൺ വസ്ത്രങ്ങളുടെ ഉപയോഗവും പുതിയ നൂതന സാമഗ്രികളുടെ കണ്ടുപിടുത്തവും കോട്ടൺ വ്യവസായത്തിന് പുത്തൻ ഉണർവേകി. സ്പിന്നിംഗ് ജെന്നി, ആവിയന്ത്രം തുടങ്ങിയ യന്ത്രങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി. ഗതാഗത മാർഗങ്ങളും ഒരുപാട് പുരോഗമിക്കപ്പെട്ടു. ഗതാഗത മാർഗങ്ങളുടെ പുത്തൻ ഉണർവ് വ്യാവസായിക വിപ്ലവത്തിൻ്റെ പ്രധാന സംഭാവനയാണ്. വിമാനം, തീവണ്ടി, കപ്പലുകൾ, ചരക്ക് വണ്ടികൾ തുടങ്ങിയവയുടെ ഉപയോഗം കൂടുതൽ ശക്തിയാർജിച്ചു. ചരൽക്കല്ലുകൾ, ടാർ തുടങ്ങിയവ ഉപയോഗിച്ച് പുതിയ പുതിയ റോഡുകൾ നിർമ്മിക്കപ്പെട്ടു. റെയിൽവേയുടെ വികസനം ഇംഗ്ലണ്ടിലെ വ്യാവസായിക വിപ്ലവത്തിന് കരുത്തേകി. റെയിൽവേ വികസനം അയൽനാടുകളുമായിട്ടുള്ള ബ്രിട്ടനെ ബന്ധിപ്പിക്കാനും അയൽ രാജ്യങ്ങളിലേക്ക് തങ്ങളുടെ വ്യാപാരം സുഗമമാക്കാനും സാധിച്ചു. ഇത് ബ്രിട്ടൻ്റെ സാമ്പത്തിക വികസനത്തിന് കൂടുതൽ കരുത്തേകി. അപ്പോൾ വ്യാവസായിക വിപ്ലവം ഷോർട്ടായിട്ട് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അടുത്തതായിട്ട് വാണിജ്യ വിപ്ലവം. എന്താണ് വാണിജ്യ വിപ്ലവം? 11-ാം നൂറ്റാണ്ട് മുതൽ ഏകദേശം 19-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ സംഭവിച്ച സാമ്പത്തിക പുരോഗതിയെയും സാംസ്കാരിക മാറ്റത്തെയും വാണിജ്യ വിപ്ലവം എന്ന് പറയുന്നു. യൂറോപ്പിൽ ഇറ്റലിയിലാണ് ആദ്യമായി വാണിജ്യ വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ചത്. പിന്നീടങ്ങോട്ട് ഇതര രാജ്യങ്ങളിലേക്കും അത് വ്യാപിച്ചു. എന്നിരുന്നാലും 1348-ലെ ബ്ലാക്ക് ഡെത്ത്, ഇംഗ്ലീഷ് കമ്പനി വ്യവസായത്തിൻ്റെ പിറവി, പൊതുയുഗം എന്നിവയോടെ ഇറ്റലിക്ക് അതിൻ്റെ സാമ്പത്തിക നേട്ടം താൽക്കാലികമായി നഷ്ടപ്പെട്ടു. യൂറോപ്യൻ ജനസംഖ്യയുടെ 50% പേർ പ്ലാഗ് വഴി മരണമടഞ്ഞു. ഇത് ശോഷിച്ച തൊഴിലാളികളെ കൂലി വളർത്താൻ കാരണമായി. പണപരമായ ഘടകങ്ങൾ. സ്വർണം, വെള്ളി നാണയങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ നിരന്തരമായ കുറവുണ്ടായിരുന്നു. ഖനികളിൽ സ്വർണം തീർന്നുപോയി. ഇത് കറൻസിയുടെ ഉപയോഗത്തിലേക്ക് വഴിതെളിയിച്ചു. അടുത്തതായി ബാങ്കുകൾ. മധ്യകാലഘട്ടത്തിലെ സംഭവവികാസങ്ങൾ 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ആധുനിക ബാങ്കിങ്ങിന് തുടക്കം കുറിച്ചു. ഇറ്റാലിയൻ പെനിൻസുലയിലെ ബാങ്കുകൾക്ക് വെള്ളി, സ്വർണം എന്നിവയുടെ അഭാവം മൂലം പ്രവർത്തിക്കാൻ വളരെയധികം ബുദ്ധിമുട്ട് നേരിട്ടു. എന്നിരുന്നാലും 16-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ധാരാളം ആളുകൾക്ക് ചെറിയ തുക പൂഴ്ത്തിവെച്ച് മൂലധനമായി ഉപയോഗിക്കാൻ കഴിയുന്നത്ര ബുള്ളിയൻ ലഭ്യമായിരുന്നു. അടുത്തതായിട്ട് എടുത്തു പറയേണ്ട ഒന്നാണ് ഇൻഷുറൻസ് കമ്പനികൾ. അപകട സാധ്യത ലഘൂകരിക്കാനുള്ള മറ്റൊരു മാർഗമായിരുന്നു ഇൻഷുറൻസ് കമ്പനികൾ. ഇൻഷുറൻസ് കമ്പനികൾ നിലവിൽ വരുന്നത് വാണിജ്യ വിപ്ലവത്തിൻ്റെ അനന്തരഫലമായിട്ടാണ്. അടുത്തതായിട്ട് പറയേണ്ട ഒന്നാണ് വ്യാപാര കുത്തകകൾ. രാജകീയ വ്യാപാര കുത്തകകൾ അനുവദിച്ചുകൊണ്ട് സർക്കാരുകൾ നേരിട്ട് വ്യാപാരത്തിലേർപ്പെട്ടു. പ്രദേശങ്ങൾക്കിടയിലുള്ള ഒരു ത്രികോണ വ്യാപാരം ആഫ്രിക്ക, വടക്കുതെക്ക് അമേരിക്ക, യൂറോപ്പ് എന്നിവിടങ്ങളിൽ ആ കാലഘട്ടം സാക്ഷ്യം വഹിച്ചു. ആധുനിക ബ്രിട്ടനിലെ മറ്റു മാറ്റങ്ങളോടൊപ്പം വാണിജ്യ വിപ്ലവവും ആഗോളതലത്തിൽ നാടകീയമായ സ്വാധീനങ്ങൾ ചെലുത്തി. ഈ കാലഘട്ടത്തിൽ പാശ്ചാത്യ സാംസ്കാരിക ആവിഷ്കാരത്തിൻ്റെ പുതിയ രൂപങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി സഹായിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അഗ്രേറിയൻ, ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ റവല്യൂഷൻസ് എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നമുക്ക് പ്രധാനമായിട്ടും ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി ഫ്രണ്ട്സുകളിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.